ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ചേപ്പാട് രാജേന്ദ്രൻ, പ്രസിദ്ധ കവി ശ്രീ പുരീപ്പുഴ ശ്രീകുമാർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കവിയത്രിയുടെ, വിജിലൻസിലെ എൻ്റെ പഴയ സഹപ്രവർത്തകരെ, ശ്രീമതി ശ്രീകുമാരിയുടെ ക്ലാസ്മേറ്റ്സ്, മറ്റ് സുഹൃത്തുക്കളെ, സാധാരണ പറയാറുണ്ട് മനുഷ്യർ 3 സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ്. കുറേ മനുഷ്യർ ജീവിക്കുന്നത് അവരുടെ ഭൂതകാലത്തിലാണ്. ദേ ലീവ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ജീവിക്കുന്നവർക്ക് കുറേ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഉണ്ട്. ഈ ഭൂതകാലത്തിൽ ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഡിപ്രഷൻ ഉണ്ടായിരിക്കുക, അതായത് വിഷാദം, അതുപോലെ ഓവർ തിങ്കിങ്. കാരണം അവർ ചെയ്ത കാര്യങ്ങളോ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര ഓവർ തിങ്കിങ്. അതുപോലെ ഷെയിം, ഗിൽറ്റ്, റിഗ്രറ്റ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഈ പാസ്റ്റിൽ ജീവിക്കുന്നവർക്കുള്ള ചില പ്രത്യേകതകളാണ്. കുറേയധികം ആളുകൾ പാസ്റ്റിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ഈ ഡിപ്രഷനുള്ളവർ. അത് ചികിത്സയ്ക്ക് പോകുന്നവരുണ്ടാകാം, പോകാത്തവർ പല വേറെ വൈകല്യങ്ങളിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ഓവർ തിങ്കിങ് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. കുറേ ആളുകൾ ഇങ്ങനെ ഈ പാസ്റ്റിൽ ജീവിക്കുന്നുണ്ട്. ഇനി വേറൊരു കൂട്ടർ വേറൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആങ്സൈറ്റി, അതിനെപ്പറ്റി ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ഓർത്ത്. നമ്മുടെ നാട്ടിൽ കുറേയധികം ആളുകൾ ലോട്ടറി വാങ്ങിക്കുന്നത് കാണാറില്ലേ? അവരെല്ലാവരും ഇങ്ങനെ ഈ ഫ്യൂച്ചറിൽ ജീവിക്കുന്ന, ആ സ്ഥലത്ത് ജീവിക്കുന്നവരാണ്. ഇങ്ങനെ ഏതെങ്കിലും ഈ പ്രാവശ്യം അടിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അടിക്കും, അടുത്ത പ്രാവശ്യം അടിച്ചാൽ പിന്നെ എടുക്കുക, വീണ്ടും അടിക്കും. ഇങ്ങനെ ലോട്ടറി എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ അത്രയധികം ആളുകൾ ഫ്യൂച്ചറിൽ ജീവിക്കുന്നവരുണ്ടെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഞാനിത് പറഞ്ഞത്. പാസ്റ്റിൽ ജീവിക്കുന്നവരുടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഡിപ്രഷനും ഓവർ തിങ്കിങ്ങും അങ്ങനെയുള്ളവരുടെ കാര്യം. അങ്ങനെ പാസ്റ്റിൽ ഇങ്ങനെ സംഭവിക്കും. വാട്ട് ഈഫ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ സംരംഭകത്വമൊക്കെ വളരെ കുറവാണ് ഇവിടെ. അതിൻ്റെ കാരണം ഈ ഫ്യൂച്ചറിൽ ജീവിക്കുന്നവർ കുറേയധികം ആളുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കുറേയധികം അങ്ങനത്തെ സവിശേഷതകൾ അവർക്കുണ്ട്. ഈ 2 സ്ഥലത്തും അല്ലാതെ താമസിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് പ്രസന്റ് ബ്രദേഴ്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇവിടെയുള്ള എല്ലാവരും തന്നെ പ്രസന്റിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു കളക്റ്റീവായിട്ട് ഒരു കൂടെ പിടിച്ച ഒരു ആളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ. അത് കവിത എന്നുള്ള കാര്യത്തിലും, അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കവിതകൾ നിങ്ങൾ ആസ്വദിച്ചു. അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഈ കവിത എന്ന് പറയുന്നത് നമ്മുടെ വിഷാദങ്ങൾക്കും അത് മാറ്റുന്നതിനുമൊക്കെ നല്ലതാണ്. പിന്നെ പ്രണയം, അതിൻ്റെ ഒരു നിർവചനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരണത്തിലേക്ക് എത്തിയത്, അതിനെല്ലാവരും ഉത്സാഹിച്ചതും അതിൻ്റെ ചർച്ചകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പ്രസന്റിൽ ജീവിക്കുന്നവർ അവരോട് തന്നെ കണക്ട് ചെയ്യും, മറ്റുള്ളവരോട് കണക്ട് ചെയ്യുന്നു, പ്രകൃതിയോട് കണക്ട് ചെയ്യും, അങ്ങനെ ആ ഒരു കണക്ഷൻ ഉള്ളവരാണ്. അവർ ചെറിയ കാര്യങ്ങളും സന്തോഷങ്ങളാണ്. പോസിറ്റിവിറ്റി ഉള്ളവരാണ്. അവരുടെ മനസ്സിന് നൈർമല്യമുണ്ടാകും. ഇതെല്ലാമാണ് അതിൻ്റെ കുറേ പ്രസന്റിൽ ജീവിക്കുന്നവരുണ്ട്. പവർ ഓഫ് നൗ എന്ന് പറഞ്ഞ കാട്ടോളയുടെ ഒരു ബുക്കൊക്കെ ഉണ്ട്, വളരെ പ്രസിദ്ധമായ 20-25 കൊല്ലം മുമ്പുണ്ടായ ബുക്കാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇത്രയധികം ആൾക്കാരെ പ്രസന്റിൽ ജീവിക്കുന്നവരെ കണ്ടതിൽ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രീകുമാരി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ മനസ്സിൽ ഇത്രയധികം കവിതകളും ഇത്രയധികം എന്താ പറയുക ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൊണ്ടുനടന്നിരുന്ന ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു കവയിത്രിയാണെന്ന് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. കാരണം സർക്കാർ ജോലിയിൽ ഈ നോട്ട് എഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴൊക്കെ
അധികം കവിത എഴുതുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. വളരെ ഡ്രൈ ആയിട്ട് ആണ് അവിടുത്തെ പരിപാടികളൊക്കെ. ഇതിനു മുമ്പ് ഞാൻ ശ്രീകുമാരിയെ കണ്ടപ്പോൾ പറഞ്ഞു, രണ്ട് കവയിത്രിമാരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് സുഗതകുമാരി മാഡത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ വനിതാ കമ്മീഷൻ്റെ ഡയറക്ടർ ആയിരിക്കുമ്പോൾ സുഗതകുമാരി മാഡമായിരുന്നു വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. അപ്പം അവരൊന്ന് കവയിത്രിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ പുള്ളിയോട് ഞങ്ങൾ റൂമിലിരുന്ന് സംസാരിക്കും. പല അന്ന് സൈലന്റ് വാലിയെ പറ്റിയും പ്രകൃതിയെ പറ്റിയും ആ കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം ആ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രസന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, പല കാര്യങ്ങളെ പറ്റി ഭയങ്കര എന്താ പറയുക, ഒരു ചിന്തിക്കുന്ന, അതിനെപ്പറ്റി കെയറിക്കെടുക്കുന്ന ഒരു ആളായിരുന്നു അവര്. അപ്പം ശ്രീകുമാരി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ ADGP ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അധികം ഇന്ററാക്ഷൻ ഇല്ലായിരുന്നു. ആദ്യ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ ADGP ആയിരുന്നു വിജിലൻസിൽ. അന്ന് വിൻസെന്റ് പോൾ ആയിരുന്നു ഡയറക്ടർ. സാധാരണ മാനേജർ ലെവലിലുള്ളവരൊക്കെ ഡയറക്ടറെ കാണത്തുള്ളൂ, ADGP-മാരൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. അന്ന് അധികം ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഡയറക്ടറായ സമയത്ത്, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്താണ് കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ടായത്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യം, എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകും. അതുപോലെ ഒരു സമയത്ത് പോലും ശോഭിച്ചു കണ്ടിട്ടില്ല. എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും, ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അല്ലെ ഒരു അപ്പം ശ്രീകുമാരി പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു നേർവഴിയാണെന്ന് എനിക്കെപ്പോഴും ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അത് എന്ത് പറയുന്നോ അത് ശരിയാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുമുണ്ട്. പിന്നീട് റൈറ്റ് ടു ഇൻഫർമേഷൻ, അത് അപ്പൊ അന്ന് ആരെന്ത് ചോദിച്ചാലും അത് കൊടുക്കണം എന്നുള്ളൊരു നയമായിരുന്നു. ട്രാൻസ്പെറൻസി, സുതാര്യം എന്നുള്ളത്. ആരെന്ത് ചോദിച്ചാലും അതിനൊക്കെ മറുപടി കൊടുത്തേക്കുക എന്നുള്ളൊരു നയമായിരുന്നു. ശ്രീകുമാരിയും അത് ഇടയ്ക്ക് വന്നിട്ട് എന്നോട് ചോദിക്കും, ഇത് പറയണോ, കൊടുക്കണോ, കൊടുത്തേക്കാം എന്നുള്ള, അന്ന് വളരെ അതുപോലെ അടുത്ത് ഇടപഴകാൻ പറ്റിയിരുന്നു. അപ്പോഴൊക്കെ ഈ പ്രസന്റിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ശ്രീകുമാരിയുടെ ആ ഒരു നർമ്മല്യവും ആ നൊബിലിറ്റിയും ആ എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ട് ഈ പരിപാടിക്ക് വരണമെന്ന് വിളിച്ചപ്പോൾ തന്നെ വരും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ട്രെയിനിന് വന്നോളാന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് അമൃതയില് SP വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോന്നു. അപ്പോൾ ഈ ഒരു കവിതാ സമാഹാരം അത് പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം ശ്രീകുമാരി നടത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഈ ഒരു ബാച്ച് ഇത്രയും കെട്ടുറപ്പോടുകൂടി, ഇത്രയും പരസ്പര സഹായ സഹകരണത്തോടുകൂടിയും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഞാനും പല കോളേജുകളിൽ പഠിച്ച് പല ബാച്ചുകളുടെ ഗെറ്റ് ടുഗദേഴ്സും അങ്ങനത്തെ പല പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഒരു പരസ്പര സഹായവും പരസ്പര സഹകരണവും അതുപോലെ ഈ കൈപിടിച്ചുയർത്തുക എന്നൊക്കെയുള്ള ആ ഒരു പരിപാടി, ഹാൻഡ് ഹോൾഡിങ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഞാൻ ഇതുവരെ എൻ്റെ ബാച്ച്മേറ്റുകൾ അല്ലെ എൻ്റെ അങ്ങനത്തെ കൂട്ടായ്മകളിൽ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഞാൻ അല്ലാത്ത ചില കൂട്ടായ്മകളിൽ ഞാൻ ഇതുപോലെ ഒരു അതിഥിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ അത് വീണ്ടും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എത്രയോ കവികളാണ് ഇന്ന് ഈ ഒരു ബാച്ചിലുള്ളതെന്നുള്ളത് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾ പഠിച്ച സ്കൂളിലെ അധ്യാപകർ എത്ര ശ്രേഷ്ഠരായിരുന്നു തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും ഞാൻ സ്മരിക്കുന്നു. ഇത്രയധികം കവികളെ ഈ സ്കൂളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങളുടെ അധ്യാപകർക്ക് പറ്റിയല്ലോ എന്നുള്ളത്. അപ്പൊ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു കവി പോലും ഇല്ല. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞേനെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആരെങ്കിലും ഒരു കവിതയൊക്കെ എഴുതി ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. കവിത എഴുതി അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് കവിതകൾ കുറച്ചു കാലം മുമ്പ് എഴുതി. ഒരു 2011 ഞാൻ തുറമുഖ വകുപ്പ് ജോലി ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. എന്നെ ഒതുക്കി സർക്കാർ പോസ്റ്റ് ചെയ്തതാണ്, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷിൽ കുറെ ഇങ്ങനെ എഴുതി. അന്ന് രാത്രി 9 മണി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ ഈ കടൽത്തീരത്ത് പോകും. കടൽത്തീരത്ത് പോകുമ്പം ഇങ്ങനെ
ചില ദിവസം ഓരോ ദിവസവും കടൽ തീരങ്ങൾ വ്യത്യസ്തമാണല്ലേ, ഒരു ദിവസവും സെയിം അല്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നതൊക്കെ എഴുതും. അങ്ങനെ കുറെ എഴുതി വെച്ചു. ഇതുവരെ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യും. അപ്പോൾ എന്നെ ക്ഷണിച്ച ശ്രീകുമാരിക്ക് നന്ദി. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.